ഹലോ എവരി വൺ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. The nurse on the day shift walks into a client's room and finds the client unresponsive. The client is not breathing and does not have a pulse, and the nurse immediately calls out for help. What is the next nursing action? സോ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റിനകത്ത് 3 പാർട്സ് ആണുള്ളത്. ഓക്കെ, പുതിയതായിട്ട് വീഡിയോ കാണാൻ ആരംഭിക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് പറയുന്നത്. 3 പാർട്സ് ആണ് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റിനകത്തുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഇവന്റ് എന്നാണ് പറയുന്നത്. ഇവന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സിറ്റുവേഷൻ പറഞ്ഞിരിക്കുകയാണ്. സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദ നേഴ്സ് ഓൺ ദ ഡേ ഷിഫ്റ്റ് വാക്സ് ഇൻ ടു എ ക്ലയൻസ് റൂം ആൻഡ് ഫൈൻഡ്സ് ദ ക്ലയന്റ് അൺറെസ്പോൺസീവ്. സോ ക്ലയന്റ് അൺറെസ്പോൺസീവ് ആണ്, മിണ്ടുന്നില്ല, വിളിച്ചിട്ട് മറുപടി പറയുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ദ ക്ലയന്റ് ഈസ് നോട്ട് ബ്രീതിങ് ഇല്ല, ശ്വസിക്കുന്നില്ല. ഡസ് നോട്ട് ഹാവ് എ പൾസ് ഇല്ല. സോ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അപ്പൊ ഇവിടെ ഇത്രയും വരെ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യുക. എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്? പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ബ്രീതിങ് ഇല്ല, പൾസ് ഇല്ല, അല്ലേ? അപ്പോൾ പേഷ്യന്റ് ഒരു ഷോക്കിൽ ആണ്, പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കാം. ഓക്കെ, ബാക്കി നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞുകൂടാ. ആൻഡ് അപ്പോൾ അവിടെ ഒരു കാര്യം നേഴ്സ് ചെയ്തു, എന്താണ്? ഇമ്മീഡിയറ്റ്ലി കോൾസ് ഔട്ട് ഫോർ ഹെൽപ്പ്. ഓക്കെ, എന്ന് വെച്ചാൽ എപ്പോഴും ഓർക്കുക, ഇങ്ങനെ ഇതിപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ്, ഇപ്പം ഇവിടെ 2 ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ നമുക്ക് ഡിസ്കഷന് വെക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ കോൾസ് ഔട്ട് ഫോർ ഹെൽപ്പാണ്. ആരെങ്കിലും ഉണ്ടോ അവിടെ, വിളിക്കുക. അപ്പം അവിടെ ആദ്യത്തെ ആ ഒരു അസസ്മെന്റ് പാർട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ബ്രീതിങ് ചെയ്യുന്നില്ല, പൾസ് ഇല്ല. അപ്പൊ ഇത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇവിടെ അസസ്മെന്റിൽ ജസ്റ്റ് പെട്ടെന്ന് അസസ് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ കണ്ടു. അപ്പൊ ആദ്യത്തെ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് കോൾസ് ഔട്ട് ഫോർ ഹെൽപ്പ് ആണ്. അത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. അപ്പോൾ ഇതാണ് ഇവന്റ് പാർട്ട്, ഇത് ഇവന്റ് പാർട്ട്. പിന്നെ അടുത്തത് ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ പാർട്ട് ആൻഡ് there are 4 ഓപ്ഷൻസ്. ഓക്കെ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നഴ്സിംഗ് ആക്ഷൻ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നു ഓപ്പൺ ദി എയർവേ. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നു ഗീവ് ദ ക്ലയന്റ് ഓക്സിജൻ. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നു സ്റ്റാർട്ട് ചെസ്റ്റ് കംപ്രഷൻസ്. നാലാമത്തെ ഓപ്ഷൻ പറയുന്നു വെന്റിലേറ്റ് വിത്ത് എ മൗത്ത് ടു മാസ്ക് ഡിവൈസ്. അപ്പൊ ഇവിടെ 4 ഇന്റർവെൻഷൻ ആണ്. ഓൾറെഡി ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഏത് കോൾസ് ഔട്ട് ഫോർ ഹെൽപ്പ് ഇസ് ആൻ ഇന്റർവെൻഷൻ. നമ്മൾ ആദ്യമേ സഹായത്തിന് ബാക്കിയുള്ള ആൾക്കാരെയും കൂടെയൊക്കെ വിളിക്കുക. ഓക്കെ, കാരണം നമ്മൾ ഒരാളെ കൊണ്ട് ഇത് മുഴുവൻ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഇപ്പോൾ ഒരു ബ്രീതിങ് കൊടുക്കണമെങ്കിൽ പോലും, CPR കൊടുക്കണമെങ്കിൽ പോലും 2 പേര് ഉള്ളതാണ് ബെസ്റ്റ്. ഒരാളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്ന കോൾസ് ഔട്ട് ഫോർ ഹെൽപ്പ്, അത് കഴിഞ്ഞിട്ട് 4 കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്പൺ ദി എയർവേ എന്ന് പറയുന്നത് എയർവേ ആയിട്ട് റിലേറ്റഡ് ആണ്. ഗീവ് ദ ക്ലയന്റ് ഓക്സിജൻ എന്ന് പറയുന്നത് ബ്രീതിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്. സ്റ്റാർട്ട് ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറയുന്നത്, ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നത് ഹാർട്ടിനെ നമ്മൾ കംപ്രസ് ചെയ്യുകയാണ്. ഹാർട്ടിനെ കംപ്രസ് ചെയ്യുന്നത് സർക്കുലേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ വെന്റിലേറ്റ് വിത്ത് മൗത്ത് ടു മാസ്ക് ഡിവൈസ് എന്ന് പറയുന്നത് വെന്റിലേഷൻ, വീണ്ടും അത് ഓക്സിജനുമായിട്ട് റിലേറ്റ് അല്ലെങ്കിൽ ബ്രീതിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾക്ക് സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ABC, എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ എന്നൊക്കെയുള്ള ഒരു ഓർഡർ, പ്രയോറിറ്റി ആണ് നമുക്ക് മനസ്സിലുള്ളത്. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇങ്ങനെ പേഷ്യന്റ് അൺറെസ്പോൺസീവ്, ബ്രീതിങ് ഇല്ല, പൾസ് ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ കോൾസ് ഔട്ട് ഫോർ ഹെൽപ്പ്
അപ്പോൾ ഈ CPR എന്ന് പറയുന്ന സിറ്റുവേഷനിൽ എപ്പോഴും ഓർക്കുക, അവിടെ നമ്മൾ ചെയ്യുന്നത് CAB എന്ന ഓർഡറിലാണ്. CAB എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ ആദ്യം, അല്ലെങ്കിൽ സർക്കുലേഷൻ ആദ്യം, സർക്കുലേഷൻ പിന്നെ എയർവേ പിന്നെ ബ്രീതിങ്. ഓക്കെ, ഇതാണ് ഓർഡർ. അപ്പോൾ ഈ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എന്ത് ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്? ഇവിടെയുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെസ്റ്റ് കംപ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെസ്റ്റ് കംപ്രഷൻ എന്നുള്ള ആൻസർ ആണ് കറക്റ്റ്. ഓക്കെ, ഇവിടെ ഓപ്പൺ ദി എയർവേ അത് ഒക്കെ വേണം. ഇത് ബാക്കി ഒന്നും വേണ്ട എന്നല്ല, ഇത് എല്ലാം വേണം. പക്ഷെ നമ്മളുടെ വാട്ട് ഈസ് ദ നെക്സ്റ്റ് നഴ്സിംഗ് ആക്ഷൻ എന്ന് ചോദിച്ചാൽ ഏറ്റവും തൊട്ടടുത്ത് കോൾസ് ഔട്ട് ഫോർ ഹെൽപ്പ് കഴിഞ്ഞാൽ തൊട്ട് അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെസ്റ്റ് കംപ്രഷൻ ആണ്. ഓക്കെ, അപ്പോൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ എയർവേ ഓപ്പൺ ചെയ്യുന്നു. പിന്നെ മൗത്ത് ടു മൗത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബ്രീതിങ് കൊടുക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് മൗത്ത് ടു മാസ്ക് ഡിവൈസ്, മാസ്ക് ഒക്കെ പെട്ടെന്ന് ഒക്കെ വെച്ച് മാസ്കോ അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ദാറ്റ് ഈസ് അപ് ടു ദ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഈ സർക്കുലേഷൻ, എയർവേ, ബ്രീതിങ് ആണ് ഇവിടുത്തെ പ്രയോറിറ്റിയുടെ ഓർഡർ എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.